ഷെയ്ഖ് ഹസീന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നു കൊടുത്ത ആദ്യത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കലാപം ഉണ്ടായത് വന്ന വഴി ഏതാണെന്ന് എനിക്കറിയാം. ഇലക്ഷൻ കാലത്ത് എൻ്റെ മുമ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു വൻകിട രാജ്യത്തിൻ്റെ ഏജന്റ് വന്നു. ചാരനാണ് വന്നത്. എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മുഴുവൻ ചെലവും ഞങ്ങൾ നടത്തിക്കൊള്ളാം, പക്ഷെ രണ്ട് കരാർ ഒപ്പിടണം. ഒന്ന്, ഞങ്ങൾക്ക് ഇവിടെ ഒരു താവളം വേണം. രണ്ട്, ഇന്ത്യയിലെ അതിർത്തി സംസ്ഥാനത്ത് കിടക്കുന്ന 7 ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും കൂടി ചേർത്ത് ബംഗ്ലാദേശിൻ്റെ ചിറ്റഗോങ്ങും ചേർത്തിട്ട് ഒരു ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് വേണം. അതിനുകൂടി അനുമതി തരുമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ചെലവും ഞങ്ങൾ നടത്തിക്കോളാം. ഇലക്ഷൻ ആർക്ക് വോട്ട് ചെയ്താലും അങ്ങേ ഞങ്ങൾ അധികാരത്തിൽ എത്തിച്ചോളാം. അന്ന് അമേരിക്കയുടെ റോളായിരുന്നു അത്. പക്ഷെ മുഹമ്മദ് യൂനുസ് വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് യൂനുസിന് ഈ ഏഷ്യൻ സംസ്ഥാനത്തിൻ്റെ ലേറ്റസ്റ്റ് ജിയോ പൊളിറ്റിക്സ് മനസ്സിലായി. ഇപ്പോൾ ആരാണ് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് വേണമെങ്കിൽ ഇന്ത്യയെ സംശയിക്കാം, ഇന്ത്യക്കാരിൽ താല്പര്യങ്ങളുണ്ടാവാം. പക്ഷേ മുഹമ്മദ് യൂനുസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് പുതിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയും? ബീജിങ്ങിലേക്കാണ്. മുഹമ്മദ് യൂനുസിനെ അറിയാം, ഈ പ്രദേശത്ത് ഇപ്പോൾ താൻ അമേരിക്കയുടെ പാവയായിരുന്നാൽ പോലും ബംഗ്ലാദേശിൽ അധികകാലം ഇരിക്കാൻ കഴിയില്ല. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖം ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മേൽ ഇന്ത്യക്ക് പോലും കരുതലോടെ നീങ്ങാൻ പറ്റുള്ളൂ. ഇന്ത്യ ചൈനയെ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? ബംഗ്ലാദേശിലുള്ളതുപോലെ അതിനേക്കാൾ മാരകമായ താല്പര്യങ്ങൾ ഇന്ത്യക്ക് മേൽ. എന്താണ്? സാഗ്നാൻ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേര് മാറ്റിയവർ. നമ്മൾ അരുണാചൽ പ്രദേശിന് ഇപ്പോൾ അങ്ങനെ പേരില്ല. ലോക മാപ്പ് എടുത്താൽ ചൈനീസ് വിദഗ്ധന്മാരും അവരുടെ കമ്പനികളും തയ്യാറാക്കിയ സകല മാപ്പിലും സാങ്നാൻ എന്നാണ് അരുണാചൽ പ്രദേശിൻ്റെ പേര്. അതുകൊണ്ട് ഇവൻ ഇറങ്ങി കളിക്കുന്നുണ്ട് അവിടെ. പക്ഷേ നമുക്കതിനകത്ത് കാവ്യനീതി എന്ന് സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു ഒറ്റ അജണ്ടയേ ഉള്ളൂ. ഇന്ത്യക്ക് ഇപ്പോൾ ബംഗ്ലാദേശ് കീഴടക്കിയിട്ട് ഒന്നും കിട്ടാനൊന്നുമില്ല. ബംഗ്ലാദേശിന് വേണമെങ്കിൽ നമ്മുടെ ഈ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് ഒരു സുരക്ഷയുടെ പ്രശ്നമുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ നമുക്കിപ്പോൾ കച്ചവടത്തിന് ഇപ്പുറത്ത് കൽക്കത്ത തുറമുഖം ഉണ്ടായാലും മതി. നമുക്കതല്ല പ്രശ്നം. നമുക്കതിനേക്കാളും പ്രശ്നം ഷെയ്ഖ് ഹസീനയോട് നീതി കാണിക്കണം. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ? ജീവൻ ഭീഷണിയുണ്ട്. അവരെ ഇറക്കി വിടാൻ വയ്യ, ബംഗ്ലാദേശിലേക്ക് അയക്കാൻ വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.